ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ആദിക്കുട്ടിയുടെ പിറന്നാളിൻ്റെ വ്ളോഗാണ് കാണിക്കുന്നത്. ശിവരാത്രിയുടെ അന്നായിരുന്നു പിറന്ന നാൾ. അപ്പോൾ അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയി. കൊടകരയിൽ ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിലാണ് പോയത് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ലച്ചു ചേച്ചി അവൾ ഒരുക്കി കൊടുത്തു. അങ്ങനെ ആദ്യം തന്നെ കണ്ണനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഭഗവാനെ തൊഴുകയാണ് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആദിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദിക്കുട്ടിക്ക് വേണ്ടി കേക്ക് സ്പോൺസർ ചെയ്തത് ലച്ചേച്ചിയും ലച്ചേച്ചിയുടെ ഫ്രണ്ട്സുകളും കൂടിയിട്ടാണ് കേട്ടോ. ടിറാമിസ് കേക്കായിരുന്നു അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 1/2 കിലോൻ്റെ കേക്കായിരുന്നു, ചെറിയ കേക്കായിരുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സംഭവമായിരുന്നു കേട്ടോ. പെട്ടെന്ന് അവർ ഞങ്ങൾ കേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് അമ്മ ചെറിയൊരു സദ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സംഭവമാണ് ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ആദിക്കുട്ടിയുടെ ബർത്ത് ഡേറ്റ് വരുന്നത് മാർച്ച് 2-ാം തീയതിയാണ്. അപ്പോൾ 2-ാം തീയതി എല്ലാവരും ഒക്കെ കുറച്ച് പിള്ളേരെയും അവളുടെ ഫ്രണ്ട്സുകളെയൊക്കെ വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആദ്യം. അപ്പോൾ പിന്നെ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാം, കുഴപ്പമില്ല, ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ടുള്ളൊരു ചെറിയൊരു സെലിബ്രേഷൻ തന്നെയായിരുന്നു, ഒരു അടിപൊളി സെലിബ്രേഷൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും മക്കളും കൂടി വീഡിയോന് അതുപോലെ തന്നെ ഫോട്ടോസിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആദ്യകുട്ടിക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മനീഷ് ചേട്ടനാണ് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഹഫീസ് ചേട്ടനാണ് കേക്ക് ആദ്യകുട്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ ഗൗതം ചേട്ടനാണ് കേക്ക് കൊടുക്കുന്നത്. പിന്നെ അവസാനം ഡയാന ചേച്ചിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ആദിക്കുട്ടിക്ക് വേണ്ട സദ്യകളൊക്കെ കാലാക്കിയിരുന്നു കേട്ടോ. ഒരു സാമ്പാർ ഉണ്ടാക്കി, പിന്നെ അവിയലുണ്ടാക്കി, പിന്നെ ക്യാബേജ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ അച്ചാറും പായസം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. 1 ലിറ്ററിൻ്റെ പാലട പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. എന്നോട് കുറേ പേര് ചോദിച്ചു കേട്ടോ ബർത്ത്ഡേയുടെ വ്ളോഗൊന്നും ഇടണില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മടിച്ച് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ഇടണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോസ് അധികം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നോക്കിയപ്പോൾ കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ ചെയ്യണത് കേട്ടോ. അപ്പോൾ പിറന്ന നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുംഭമാസത്തിൽ തിരുവോണമായിരുന്നു പിറന്ന നാൾ. അപ്പോൾ നമ്മളിനി അടുത്തത് കാണിക്കുന്നത് 2-ാം തീയതി ബർത്ത് ഡേറ്റിൻ്റെ അന്ന് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അതാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് പിറന്നാളിൻ്റെ അന്ന് മേമയ്ക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബർത്ത് ഡേറ്റിൻ്റെ അന്ന് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമയുടെ വകയാണ് ഇന്നത്തെ കേക്ക്. ഇന്നിപ്പോൾ ഞായറാഴ്ച 2-ാം തീയതിയാണ്.
എല്ലാവരും ആദ്യക്കുട്ടിക്ക് കേക്ക് കൊടുക്കുമ്പോൾ അപ്പൂസിന് വിഷമമെന്ന് പറഞ്ഞിട്ട് ചെറിയച്ഛൻ എന്താ ചെയ്തു, വേഗം ഒരു കഷ്ണം എടുത്തിട്ട് വേഗം അപ്പൂസിന് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വേഗം മേമയും ഒരു കഷ്ണം എടുത്തിട്ട് അപ്പൂസിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. രണ്ടാമത്തെ കേക്കാണ് മുറിക്കണത്. രണ്ടാമത്തെ കേക്കാണ് മുറിച്ചത് ആദ്യക്കുട്ടിയുടെ ബർത്ത്ഡേക്ക്. ഇത് മേമയുടെ വകയായിരുന്നു. മറ്റേത് ലക്ഷ്യേച്ചും ഫ്രണ്ട്സുകളായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ 2 കേക്ക് ഞങ്ങൾ മുറിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. തന്നോ കുട്ടിയുടെ പകുതിക്കാക്കിക്കോ. കുട്ടിക്ക് പകുതി അത് മതി, അത് മതി, അത് മതി. ഒരു കള്ളിപ്പൂച്ച ഇവിടെ നിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇനി 3 പീസാക്കിയിട്ട് നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കണം. പിന്നെ ലച്ചുമോള് ഇവിടെ ഇല്ല, അപ്പൊ നമുക്ക് ലച്ചുമോൾക്ക് എടുത്ത് വെക്കണം. പിന്നെ കണ്ണം വരുമ്പോഴും അപ്പൊ കണ്ണം എടുത്ത് വെക്കണം. അപ്പോൾ ഇനി കേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ പിറന്നാൾ കുട്ടീനെ തന്നെ വിടാം കേട്ടോ. പിറന്നാൾ കുട്ടീനെയും അനിയത്തിനെയും കൂടിയിട്ട് വിടാം. അങ്ങനെ ആദ്യക്കുട്ടി പോവാണ് ഗൈസ്. വലിയ ഗൈസ് അവൾക്ക് നാണാണ് എന്നൊക്കെ പറയുന്നത്.